കഴിഞ്ഞ 2 ദിവസമായിട്ട് പരിശുദ്ധാത്മാവ് അടിന്റെ ഹൃദയത്തിൽ നിങ്ങളോട് കൈമാറുവാൻ ഒരു പ്രവചന ശബ്ദം നൽകുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ഒരു ദൈവശബ്ദം ചില ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയം നിങ്ങളുടെ കണ്ണിന് മുമ്പിലുണ്ട്. കുറച്ചുകൂടെ കയറി പറയുവാണെങ്കിൽ നിങ്ങൾ വളരെ ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു വിഷയം. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് കരുതി അതിനെ ഓർത്ത് അസ്വസ്ഥരായിരിക്കുന്നവർ ഇന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് പറയുവാൻ ഒരു പ്രവചന ശബ്ദം: നീ ഭയക്കുന്നത് സംഭവിക്കുകയല്ല. നെത്രവരാമൻ പറയുന്നു, നീ ഭയക്കുന്നത് സംഭവിക്കുകയല്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു പക്ഷേ ഈ പദം നിങ്ങൾ ആദ്യമായിട്ടല്ല ആയിരിക്കാം കേൾക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രവചന ശബ്ദത്തിനകത്ത് ഇന്ന് ഈ ദൂത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇതൊരു താക്കോലാണ്. ഈ വിഷയത്തിനകത്ത് നിങ്ങൾ ഭയപ്പെടുന്ന ഒരു വിഷയം, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങൾ എന്നാൽ വ്യക്തമായി കൈമാറുന്നു. ഇല്ല, നീ ഭയപ്പെടുന്നത് സംഭവിക്കുകയല്ല. നീ ഭയപ്പെടുന്നത് സംഭവിക്കുകയല്ല. ഞാൻ ആ പദം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുന്നു: നീ ഭയപ്പെടുന്നത് നിനക്ക് സംഭവിക്കുകയല്ല. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആകാംക്ഷയോടെ പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു അസ്വസ്ഥത അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ നിൽക്കുന്ന സമയം എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്ത സ്റ്റെപ്പ് എന്തു വെക്കണമെന്നറിയാതെ നിൽക്കുമ്പോൾ മോശ എന്ന ദൈവ മനുഷ്യൻ ജനത്തോട് നോക്കി പറയുന്ന ഒരു വാക്ക് അതിപ്രകാരമാണ്: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. അവിടെ അത് പറയുമ്പോൾ അതിന്റെ പിൻപിലെ സാഹചര്യം എന്ന് നമുക്കറിയാം. അതായത് മുൻപിൽ നിന്നെ വിഴുങ്ങുമെന്നും പറഞ്ഞു നിൽക്കുന്ന ഒരു ചെങ്കടൽ, അതിങ്ങനെ തിരമാലകൾ ആഞ്ഞടിച്ച് നിന്നെ വിഴുങ്ങുമെന്നും പറഞ്ഞ് അവനിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പുറകോട്ട് നോക്കുവാണെങ്കിൽ ഫറവോൻ നിന്നെ പഴയ അവസ്ഥയിലേക്കും, പഴയ നീ സ്വസ്ഥത എന്തെന്ന് അറിയാത്തതിന്റെ പഴയ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഫറവോന് നിൽക്കുക. രണ്ടിനും നടുവിലും വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു ജനം. എന്നാൽ ആ ജനത്തെ നോക്കിയാൽ പറയുന്നത്: ഭയപ്പെടേണ്ട, നീ പേടിക്കുന്ന ചിലതുണ്ടല്ലോ. അതായത് നിന്റെ അകത്ത് ഈ ഒരു ചെങ്കടൽ എന്നെ വിഴുങ്ങുമോ എന്നൊരു ചോദ്യം നിന്റെ അകത്തില്ലയോ? അതുപോലെ തന്നെ ഈ ഫറവോൻ എന്നെ പഴയ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകുമോ, എന്നെ തകർത്തു കളയുമോ എന്നുള്ള ഒരു ചോദ്യം നിന്റെ അകത്തില്ലയോ? എന്നാൽ വ്യക്തമായി കൈമാറുന്നു: ഇല്ല, നീ ഭയക്കുന്നത് സംഭവിക്കുകയല്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നീ ഭയപ്പെടുന്ന ഒരു വിഷയത്തിന്റെ റൂട്ടിനെ തിരിച്ചു വിട്ടുകൊണ്ട് അത് ദൈവനാമ മഹത്വത്തിൽ എന്ന വണ്ണം ദൈവം ചില തിരിവുകൾ നിന്റെ ലൈഫിനകത്ത് ചെയ്യാൻ പോകുകയാണ്. എത്ര പേർ ആമേൻ പറയുന്നു? വരും ദിവസങ്ങൾ നിങ്ങൾ അത് കാണാൻ പോകുന്നു.